വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, തമിഴ്നാട്ടിൽ നാടകീയ നീക്കങ്ങളാണ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ ഗവർണർ ആർലേക്കറിനെ വിജയ് ഞെട്ടിച്ചിരിക്കുകയാണ് എന്നാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരൊന്നും സോഷ്യൽ മീഡിയയിൽ വിജയ് അത്ര പ്രൊമോട്ട് ചെയ്യുന്നില്ല കേട്ടോ. കാരണം അവർക്ക് അപകടം പതിയിരിക്കുന്ന സാധനം മനസ്സിലായിട്ടുണ്ട്. കാരണം അടുത്ത ആം ആദ്മി ആയിരിക്കും വിജയ്. TVK അതായി മാറും. ഭാവിയിൽ ഈ TVKയിൽ വന്നിരിക്കുന്ന MLA-മാരെ എല്ലാം ഈസി ആയിട്ട് അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് ഏത് പാർട്ടിയിലോട്ട് വേണോ ചാടിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയാം. അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ, കമ്മ്യൂണിസ്റ്റ് ആൾക്കാർ, അർബൻ നക്സലുകൾ, അവര് വളരെ വലിയ ഒളിഞ്ഞിരിക്കുന്ന അപകടം എന്നുള്ള രീതിയിൽ അവർ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ TVKയിലെ ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയില് ഈ ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ TVKയിലെ MLA-മാർ 108 പേര് MLA-മാരായിരുന്നു. ഈ MLA-മാർ ആരൊക്കെയാണ് എന്നുള്ളതിന്റെ 107 പേർ MLA-മാർ ആരൊക്കെയാണെന്നുള്ളതിന്റെ ഒരു വാലിഡേഷൻ അവർ നടത്തുന്നുണ്ട്. എന്റെ ബിജുചേട്ടാ, സത്യം പറയട്ടെ, ഈ MLA-മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ MLA-മാരായ ആൾക്കാർ, ഇല്ല, വിജയുടെ ഡ്രൈവറുടെ മകനുണ്ട് സന്തോഷം, ഒരു ഓട്ടോ ഡ്രൈവറുണ്ട് സന്തോഷം, ബാക്കിയുള്ളതൊക്കെ ആരാണ്? ഒരു MLA ആണെങ്കിൽ വിജയിച്ചു കഴിഞ്ഞ ശേഷം വിജയിക്കാൻ നേരത്ത് അയാൾ പറയുന്നത് ഇവിടെ മറ്റേ വൈൻ ഷോപ്പ് ഉണ്ടല്ലേ തൊട്ടടുത്ത്, ആ വൈൻ ഷോപ്പ് നമ്മുടെ തലൈവർ വന്ന് അത് പൂട്ടുമെന്ന് പറയുന്നു. വിജയിച്ച് കഴിഞ്ഞ ശേഷം അയാളുടെ വിഷ്വലാണ് അയാൾ വെള്ളം ഒടിച്ച് റോഡിൽ കിടന്ന് എഴയും വിജയിച്ചു കഴിഞ്ഞ ശേഷം. സീരിയസ്ലി, ഒരു 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 MLA, എനിക്കൊന്ന് പാർട്ടി സെക്രട്ടറി ആണെന്ന് തോന്നുന്നു, പോക്സോ കേസിലെ പ്രതി. അയാളുടെ വിഷ്വല് പുറത്ത് വന്നിട്ടുണ്ട്, ഒരു വീട്ടിൽ കയറി അതിക്രമം കാണിക്കുന്നതിന്റെ. വേറെ ഒരാൾ, വിജയ് ഇങ്ങനെ സംസാരിക്കുകയാണ്, അയാളുടെ പേര് ഞാൻ മറന്നുപോയി, നോട്ട് ചെയ്ത് വെക്കാൻ ഞാൻ മറന്നുപോയി. അയാൾ വിജയ് സംസാരിക്കുകയാണ്, നമ്മുടെ MLA ആയിട്ട് നമ്മുടെ അടുത്ത സ്ഥാനാർത്ഥി ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ അയാൾ എണീച്ചിങ്ങനെ കൈ കാണിക്കുന്നു. എന്നിട്ട് അയാളുടെ അടുത്ത വിഷ്വല് വരുന്നത് ഞാനൊരു ജാതി ഭ്രാന്തനാണ് അയാൾ പറയുന്ന വിഷ്വലാണ് അടുത്ത വിഷ്വല് വരുന്നത്. ഈ കള്ളുകുടിയനും കഞ്ചാവടിയന്മാരും പോക്സോ കേസിലെ പ്രതികളും എല്ലാം അതിനകത്ത് MLA-മാരായിട്ടുണ്ടെന്നുള്ളതാണ്. തമിഴ്നാട് അനുഭവിച്ചോട്ടെ, അത് നമുക്ക് അതിനകത്ത് യാതൊരുവിധ കാര്യമില്ല. അപ്പൊ ഈ 107 MLA-മാരും രാജിവെക്കും ഞങ്ങളുടെ അനുവദിച്ചില്ലെങ്കിൽ എന്നാണ് ഇവർ പറയുന്നത്. ഇതിനിടയിൽ ADMK-യും DMK-യും തമ്മിൽ ഒരു സഖ്യം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. ഇപ്പൊ ADMK-യുടെ MLA-മാരെ പുതുച്ചേരിയിലെ റിസോർട്ടിലാണ് താമസിപ്പിച്ചിരിക്കുന്നത്. ഈ റിസോർട്ടിൽ പോയി നമ്മുടെ പളനിസ്വാമി കാണുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ കൊടുക്കുന്ന പേരെന്താ അറിയോ? റിസോർട്ട് രാഷ്ട്രീയം. അല്ല, BJP ഭരിക്കുന്ന സംസ്ഥാനത്തും അല്ലെങ്കിൽ കുതിരക്കച്ചവടം. ഇവിടെ റിസോർട്ട് രാഷ്ട്രീയം, അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ റിസോർട്ടിൽ പോയി കാണുന്നുണ്ട്. സ്റ്റാലിൻ പറയുന്നത് വിജയ് ഭരിക്കട്ടെ എന്നുള്ളതാണ്, കാരണം സ്റ്റാലിൻ തോറ്റല്ലോ. DMK പറയുന്നത് എടപ്പാടി പളനിസ്വാമി മുഖ്യമന്ത്രിയാവട്ടെ, നമുക്ക് രണ്ടുപേർക്കും കൂടെ ചേർന്ന് നിൽക്കാം. രണ്ടാം ദിന നേതാക്കൾ പറയുന്നത് അങ്ങനെയാണ്. അതാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയം. ബംഗാളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിലും ഭീകരമാണ്. സുവേന്ദു അധികാരിയെ ബലിദാനിയാക്കും എന്നാണ് TMC പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ അതിഭീകരമായിട്ട് ഇവര് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബംഗ്ലാദേശികൾ. അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു. മനോരമ ഇന്നത് വാർത്തയാക്കിയിട്ടുണ്ട് കേട്ടോ. അത് കേരളത്തിൽ മനോരമ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ആരും വാർത്ത കൊടുക്കില്ലായിരുന്നു, മനോരമ വാർത്തയാക്കിയിട്ടുണ്ട്. അതെ, ശരിയാണ്. ഈ സുവേന്ദു അധികാരി ഈ BJP നേതാക്കളുടെ വീട്ടിലെല്ലാം സ്വർഗീയ സുവേന്ദു അധികാരി എന്നുള്ള ലെറ്റർ വന്നിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒരു വെളുത്ത സാരിയും അവർ പാഴ്സൽ അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മമതാ ബാനർജി വനവാസത്തിലേക്ക് പോയി. മമതാ ബാനർജി കഥ കടച്ചിരിക്കുകയാണ്, ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ളതാണ്. മുൻ ബാരക്പൂർ MLA-യും പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവുമായിട്ടുള്ള രാജ് ചക്രവർത്തി വ്യാഴാഴ്ച രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. തന്റെ രാഷ്ട്രീയ ജീവിതം 2021 ആരംഭിച്ചതും 2026 അവസാനിച്ചതായിട്ടും ഇയാൾ പറയുന്നുണ്ട്. നടനും MP-യുമായിട്ടുള്ള ദേവ് BJP-യുടെ വിജയത്തെ അഭിനന്ദിക്കുകയും ബംഗാളി ചലച്ചിത്ര മേഖലയ്ക്ക് സ്വാതന്ത്ര്യം നൽകണം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടിക്കകത്ത് കൂച്ച് ബീഹാറിൽ നിന്നുള്ള മുതിർന്ന നേതാവായിട്ടുള്ള രവീന്ദ്രനാഥ് ഘോഷ് പാർട്ടിയുടെ പിളർപ്പ് ആഹ്വാനം ചെയ്തുകൊണ്ട് രംഗത്തെത്തി. പാർട്ടി പിളരുകയാണ്. അങ്ങനെ എല്ലാ MLA-മാരും മമതാ ബാനർജി ഇപ്പൊ നോക്കുന്നില്ല. മമത ഒരു സൈഡ്, അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിൽ ഇപ്പുറത്തെ സൈഡിൽ വേറൊരു പാർട്ടി രൂപീകരിക്കാനുള്ള സെറ്റപ്പിലാണ്. അതായത് നരേന്ദ്രമോദി പറഞ്ഞാൽ ചെയ്തിരിക്കും. ആം ആദ്മിയെ അടിച്ചു കീറി ഇപ്പൊ CPM-നെ മൂലക്കിരുത്തി, ദേശീയ പദവി പോലുമില്ല, സ്റ്റാലിനെ താഴെ ഇറക്കി മമതാ ബാനർജിയെ പിളർത്തി. ഇപ്പൊ തമിഴ്നാട്ടിലും ഈ ബംഗാളിലുമുള്ള ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം രസകരമാണ്. ഇതിനെ എങ്ങനെ വിലയിരുത്തുന്നു? തമിഴ്നാട്ടില് വിജയ് പറഞ്ഞിരിക്കുന്നത് DMK ADMK സർക്കാർ വന്ന് തന്റെ MLA-മാരെല്ലാം രാജിവെക്കുന്നു. ഓൾറെഡി 108 പേരുണ്ട്. ധനുഷ് പറഞ്ഞ് കറക്റ്റാ, 108 MLA-മാരുണ്ട്. പക്ഷെ അവിടെ വിജയ് 2 മണ്ഡലത്തിൽ ജയിച്ചിട്ടുണ്ട്. അപ്പം ഒരിടത്ത് എന്തായാലും രാജിവെച്ചേ പറ്റൂ. അപ്പൊ അതിന് 107 കണക്ക് കൂട്ടാമല്ലോ. അതിന് ഒരാൾ തന്നെ രണ്ടിടത്ത് നിൽക്കുമ്പോ 2 എണ്ണം, പക്ഷെ നമുക്ക് ഒരാളെ അത് കണക്കൂട്ടാൻ പറ്റും. അപ്പൊ 107 കണക്കൂട്ടാം. അപ്പൊ ഇവര് രാജിവെക്കുമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ, പ്രത്യേകിച്ച് BJP രാജ്യം ഭരിക്കുമ്പോൾ അത് ചെയ്യുന്നത് ഒരു ആത്മഹത്യാപരമാണെന്നാണ് എന്റെ ഒരു നിഗമനം. കാരണം സംഭവം ശരിയാണ്, ആയിട്ടൊരു തീരുമാനമാണ് പറഞ്ഞത്. കോൺഗ്രസ് ഒക്കെ ഭരിക്കുകയായിരുന്നെങ്കിൽ ഇത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ BJP ആണ് ഭരിക്കുന്നത്.
അവന്മാര് സത്യത്തിൽ ഈ 107 പേര് രാജിവെച്ച എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇത് രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോവാം. അത് കൃത്യമായിട്ട് കൊണ്ട് ബോള് BJP-യുടെ കോർട്ടിൽ ഇട്ട് കൊടുത്തിരിക്കുക. അവന്മാർക്ക് എങ്ങോട്ട് വേണം അതിലടിക്കാം. ഒന്നുകിൽ അത് ഭരണത്തിലേക്ക് വേണമെങ്കിൽ ഗവർണർക്ക് ശുപാർശ ചെയ്യാം. അതല്ലെങ്കിൽ ഈ 107 സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടത്താം. അതായത് രണ്ടിലൊന്ന് തീരുമാനിക്കുന്നത് BJP. അതായത് മണ്ണും ചാരി ഇരുന്നവൻ പെണ്ണും കൊണ്ട് പോയ പോലെ അവന്മാർക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാൻ പറ്റും. സത്യത്തിൽ അവിടെ പ്രത്യേകിച്ച് റോളൊന്നും BJP-ക്ക് ഇല്ല. ഇവിടെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. AIDMKയും DMKയും ഒരുമിച്ച് നിന്നാൽ 106 സീറ്റ് ആവും. ഇവര് 118 തികച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള മണ്ഡലങ്ങളെല്ലാവരും കൂടെ 118 തികച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭരിക്കുകയും ഈ 107 പേര് വിജയ് രാജിവെച്ച് കഴിഞ്ഞാൽ ഈ 107 സ്ഥലത്ത് സാധാരണ രീതിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും. ഒരു സർക്കാർ വരികയും അങ്ങനെ പോവില്ലേ ഈ സാധനം? അതാണ് ഞാൻ പറഞ്ഞത്. രണ്ട് ഓപ്ഷനേ ഉള്ളതിന്. ഒന്നുകിൽ രാഷ്ട്രപതിക്ക് ഭരണ തകർച്ച ഇല്ലെങ്കിൽ അവിടുത്തെ ഒരു സിസ്റ്റം തകർന്നു എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രപതിക്ക് ഭരണത്തിന് ശുപാർശ ചെയ്യാം. BJP ഭരിക്കുന്നുണ്ട്, ഈസി ആയിട്ട് നടക്കും. അവർക്ക് 6 മാസമോ 1 വർഷമോ ഇനി അണ്ണാമല റീപ്ലേസ് ചെയ്ത് അണ്ണാമല തിരിച്ചു വന്ന് അണ്ണാമലയുടെ പര്യടനമൊക്കെ കഴിയുന്നത് വരെ വേണമെങ്കിൽ അവർക്ക് നീട്ടി കൊണ്ടുപോകാം. 6 മാസം വെച്ച് സിസ്റ്റം ശരിയായി വരണ്ട. അത് ഒരു വഴി. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് അനുഷ് പറഞ്ഞു കണക്ക് ഉപതെരഞ്ഞെടുപ്പ് വെച്ച് വരാം. ഇതാണ് രണ്ട് സാധനം. അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ ഇത് കോൺഗ്രസ് ആയിരുന്നു കേന്ദ്രം ഭരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അവർ ക്രൈസിസിൽ പെട്ടുപോകും. കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിനെ എല്ലാവരെയും കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. BJP സംബന്ധിച്ച് തമിഴ്നാട്ടിൽ അങ്ങനെ കൈകാര്യം ചെയ്യാൻ ഒരു പ്രശ്നമില്ല. കാരണം വട്ടപൂജ്യമായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ഒരു സീറ്റും 3% വോട്ടുള്ള അവർക്ക് ആരെ പ്രീതിപ്പെടുത്താനാ? കോൺഗ്രസിന് അങ്ങനെയല്ല. അവരുടെ കൂടെ DMK പ്രീതിപ്പെടുത്തണം, ADMK പ്രീതിപ്പെടുത്തണം. ഇനി വിജയെ പിണക്കി കഴിഞ്ഞാൽ അത് പ്രശ്നം ഒരു ക്രിസ്ത്യാനി പിണങ്ങോ ഹിന്ദു പിണങ്ങോ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ടെൻഷനുണ്ട്. ഇവന്മാർക്ക് വല്ല ടെൻഷനും ഉണ്ടോ? ഒരു ടെൻഷനും ഇല്ല. ഇതിപ്പോ അങ്ങോട്ടേക്ക് വിജയ് അത് ചെയ്യുകയാണെങ്കിൽ വിജയ് കൃത്യമായിട്ട് കൊണ്ട് ബോൾ എടുത്തിട്ട് കൊണ്ടു കൊടുക്കുകയാണ് ആർലേക്കറുടെ കയ്യിലേക്ക്. ഇതാ സാറിന് ഇഷ്ടമുള്ളിടത്തേക്ക് അടിച്ചു കയറ്റിക്കോ. ഒന്നുകിൽ ഇത് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി. ഇനി അതല്ല ഭരിച്ചിട്ട് ഉപതെരഞ്ഞെടുപ്പാണെങ്കിൽ അങ്ങനെയും ആകാം, രണ്ടും ആകാം. ഈ രണ്ട് സാധനത്തിലേക്കും വരും. ഇവിടെയാണ് ഇതിന്റെ ഒരു അപകടം ഇരിക്കുന്നത്. വിജയ് അത് ചെയ്യുന്നതിന് ആത്മഹത്യാപരമായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയാൽ നന്നായിട്ടുണ്ട്. നല്ലൊരു സാധനമാണ് ആ വെല്ലുവിളി. പക്ഷെ ആ വെല്ലുവിളിക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കേന്ദ്രം ഭരിക്കുന്നവര് ആളത്ര വെടിപ്പല്ല. അവരത് പണിയുന്നുള്ള കാര്യത്തിൽ 100%. കാരണം അവരുടെ കയ്യിൽ വെല്ലുവിളിച്ചിരിക്കുന്നതിനെ ഗവർണറല്ലേ. കാരണം ഗവർണർ ഞങ്ങളെ ഇത് അനുവദിക്കുന്നില്ല. രണ്ടാമത്തോട്ടും വിജയ് തിരിച്ചയച്ചു, അനുവദിക്കുന്നില്ല. പിന്നെ സുപ്രീം കോടതിയിലേക്ക് പോകാൻ. അപ്പൊ വിജയ് വെല്ലുവിളിക്കുന്നതിന് ഗവർണറെ. അപ്പൊ ഇയാൾ ഇത്രയ്ക്ക് ബുദ്ധിയില്ലാതെയാണോ ഗവർണറെ വെല്ലുവിളിക്കുന്നത്? അല്ല, ഗവർണറെ വെല്ലുവിളിക്കാനേ പറ്റൂ. വേറെ ആരെ വെല്ലുവിളിക്കാൻ പറ്റും? ഗവർണറല്ലേ ഇപ്പൊ തീരുമാനിക്കേണ്ടത്. സ്വാഭാവികമായിട്ട് അതേ പറ്റൂ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടെ ഉണ്ട്. അതിന് വേറൊരു നിയമമുണ്ട്. ഈ 107 പേരെയും ഗവർണർക്ക് ഒറ്റയ്ക്ക് അഭിപ്രായം ചോദിക്കും. രാജി കൊടുത്താലും നിങ്ങൾ ആരെങ്കിലും പ്രഷർ ചെയ്താണോ രാജിവെച്ചിരിക്കുന്നത്, നിങ്ങൾ സോമനസാരാണോ? ഈ 107 പേരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് അറിഞ്ഞ് രാജി സ്വീകരിക്കണമെങ്കിൽ ഗവർണർ അങ്ങനെ ഒറ്റയ്ക്ക് രാജി സ്വീകരിക്കില്ല. അത് കേരളത്തിലും സ്വീകരിക്കത്തില്ല. കൊടുത്തു കഴിഞ്ഞാൽ ഗവർണർ വിളിപ്പിക്കും സ്വാഭാവികമായിട്ട്. ലോക്സഭയിലോ നിയമസഭയിലോ സ്പീക്കറെ വിളിപ്പിക്കും. പേഴ്സണലായിട്ട് വിളിപ്പിച്ചിട്ട് ചോദിക്കും, നിങ്ങൾ ആരുടെയെങ്കിലും സമ്മതത്തിനാണോ ചെയ്തത്, നിങ്ങൾ ആരെങ്കിലും പ്രലോഭിപ്പിച്ചോ എന്നൊക്കെ ചോദിക്കും. ഈ 107 പേരെ ചോദിച്ചു. അത് ആരുടെയൊക്കെ സൗകര്യം അപ്പൊ ചോദിക്കണമെന്നുള്ളത് ചോദിച്ച് ഇവരുടെ എന്നൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ 107 പേരും പറയാണ് ശരിയാണ്, അണ്ണം പറഞ്ഞു, ഞങ്ങൾ ചെയ്തു, ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലാതെ പോയി. ശരി. അപ്പൊ പ്രലോഭിപ്പിച്ചാണ് ഇത് ഇങ്ങനെ പോകും. അത് തന്നെ ഒരു 3 ആഴ്ച 4 ആഴ്ച എടുക്കും ഈ 107 പേരുടെ അഭിപ്രായം ചോദിക്കാനായിട്ട്. പിന്നെ ഇത് കോടതി കേസ് പോയി കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും കുറച്ച് നാൾ. അങ്ങനെ പോകും. എങ്ങനെ പോയാലും അവിടെ സുസ്ഥിരമായിട്ട് നടക്കത്തില്ല ഭരണം. അപ്പൊ എന്ത് പറ്റും? സ്വാഭാവികമായിട്ട് ഒരു ഗവർണർ എന്തായിരിക്കും ചെയ്യുന്നത്? സ്വാഭാവികമായി ഗവർണർ എന്ത് ചെയ്യും? ഇങ്ങനെ പ്രതിസന്ധി വന്നു കഴിയുമ്പോ രാഷ്ട്രപതി ശുപാർശ ചെയ്യും. ഇത്രയല്ലേ ഉള്ളൂ. 6 ലേഖർ ഭരിക്കും. ഇതാണ് അവിടെ സിമ്പിൾ സാധനം. പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ധനുഷ് നേരത്തെ പറഞ്ഞിട്ട് ADMK DMK വരുന്നു, നമുക്ക് 112 സീറ്റൊക്കെ ഉണ്ട്, അവർ ഭരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവരുടെ ഭരണത്തിലായിരിക്കും. മിക്കവാറും എനിക്ക് തോന്നുന്നു BJP-ക്ക് ഒരു സീറ്റുള്ള BJP മിക്കവാറും പ്രതിപക്ഷത്ത് വരുമെന്ന് തോന്നുന്നു. കാരണം വേറെ ആരും ഇല്ല. അപ്പുറത്തേക്ക് മറ്റേ അൻപുമണിയുടെ പാർട്ടിയും ടീമും എല്ലാം കൂടെ അങ്ങോട്ടേക്ക് തൂത്തുവാരിപ്പോ. കാരണം BJP അവരെ അടുപ്പിക്കത്തില്ല. കാരണം ലീഗ് ഉണ്ട് അതിനകത്ത്, മറ്റുള്ള അല്ലറ ചില എല്ലാ പ്രശ്നകാരികളും ഉണ്ട്. അപ്പൊ BJP അടുപ്പിക്കാൻ സാധ്യത. അപ്പൊ BJP ഒരു സീറ്റുകൾ ഇനി അവന്മാർ പ്രതിപക്ഷത്തിരുന്നുണ്ട്, ബാക്കിയുള്ള ഉപതെരഞ്ഞെടുപ്പ് നടത്താം. പക്ഷെ അതിനേക്കാൾ എനിക്ക് തോന്നുന്നു നല്ലൊരു വഴിയായിട്ട് അദ്ദേഹം സ്വീകരിക്കാൻ സാധ്യതയുള്ളത് നേരെ രാഷ്ട്രപതി ഭരണത്തിൽ വിടുകയായിരിക്കും. ഇല്ലെങ്കിൽ ഇത്രയും പുള്ളി ലാഗ് ചെയ്യേണ്ട കാര്യമില്ല. ഒന്നും കാണാതെ ഒരു ഗവർണർ ഇത്തരത്തിൽ ഓരോ തവണ വരുമ്പോഴും എണ്ണം തകച്ചു വരും എന്ന് പറയുന്നത്. ഇന്നലെ പോയിട്ട് അദ്ദേഹം ഉപഹാരമൊക്കെ കൊടുത്തു. വിജയ് എന്തൊക്കെയോ ഒരു ശില്പവും മറ്റുമൊക്കെ ഗവർണർക്ക് നൽകിയിരുന്നു. പക്ഷെ ഇങ്ങനൊരു പ്രതിസന്ധി അവിടെ കിടക്കുന്നുണ്ട്. സഖാക്കന്മാര് ഇന്ന് പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്തുണയുടെ കാര്യം. ഇത് ചിലപ്പോൾ പറയാൻ പറ്റില്ല. 118 വെച്ച് കയറാം. ഞാൻ പറയുന്നത് വിജയ് കയറട്ടെ എന്നാണ് പറയുന്നത്. കാരണം വിജയ് കയറിയിട്ട് അറിയട്ടെ എന്താണ് സംഭവം. അദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. എന്താണ് അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ദ്രാവിഡ പാർട്ടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ പാർട്ടി ഇതോട് തീരുകയാണ്. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിരുന്നു, ഒരു 3 ദിവസം മുമ്പ് പറഞ്ഞു ദ്രാവിഡ പൊളിറ്റിക്സ് തീരുന്നു.
അതാണ് അവരുടെ ടെൻഷൻ. ഇതിനകത്ത് ബി ജെ പിക്ക് ഇപ്പൊ കാലറി ഇരിക്കുകയാണ്, ഇവന്മാരെല്ലാം കൂടെ കളിച്ച് ഇതുകൊണ്ട് അവിടെ കൊണ്ട് കൊടുക്കും. പിന്നെ സാറിന് ഇഷ്ടമുള്ളവർക്ക് എങ്ങോട്ട് ഇടും, ഗോൾ പോസ്റ്റ് അടിക്കാം, പുറത്തേക്ക് അടിക്കാം, എങ്ങനെ വേണേ അടിക്കാം. അത് കൃത്യമായിട്ട് അവർ ചെയ്യുകയും ചെയ്യും. ഇത് അവിടെ കിടക്കും. ഇതിങ്ങനെ അത് അവർക്ക് ഫോം ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് അവിടെ കിടക്കും. കുറഞ്ഞത് ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേനും 6 ഏക്കറുടെ ഒരു ആയതുകൊണ്ട് എല്ലാം വളരെ പെട്ടെന്നായിരിക്കും ഗവർണർ ഭരണത്തിന് ശുപാർശ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അതായത് 118 വിജയ്ക്ക് തയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇപ്പോഴും അദ്ദേഹത്തിന് തയ്ക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എവിടെ നിന്നൊക്കെ ഒപ്പിക്കാൻ പറ്റുമായിരിക്കും. പിന്നെ സ്റ്റാലിന്റെ വിഷമം എന്താ പറയുക, സ്റ്റാലിൻ ഇപ്പോൾ പറഞ്ഞ ഡയലോഗ് ധനുഷ് പറഞ്ഞതിന്റെ കാരണം തന്നെയാണ്. അപ്പൊ അവനെ ഭരിക്കാൻ വിടൂ, വിജയെ ഭരിക്കാൻ വിടൂ എന്ന്. കാരണം എന്താ, സ്റ്റാലിൻ ജയിച്ചിട്ടില്ല, നിയമസഭയിൽ പോകാൻ ആള് വേണ്ടേ, പോകാനുള്ളത് മോനാണ്. അതുകൊണ്ട് പറയുന്നത് ADMK പിന്തുണ കൊടുക്കുക അച്ഛാന്ന്. കാരണം മോന് പോകണ്ടേ നിയമസഭയിലേക്ക്. അവിടെ ഒരു പെരുന്തച്ഛൻ കോംപ്ലക്സ് അവിടെ ഉണ്ട്. എടപ്പാടി നോക്കുന്നത് 1 മാസം മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ടൊന്ന് മരിക്കണം എന്നാണ് അയാളുടെ എല്ലാ കാലത്തെ ആഗ്രഹം. അത് വേണ്ടിയിട്ട് അയാൾ എന്ത് പണിക്കും നിൽക്കുന്നത്. ഇതൊക്കെയാണ് തമിഴ്നാട് പൊളിറ്റിക്സ്. ഇനി നേരത്തെ വെച്ച് ബംഗാളിലേക്ക് വന്ന ഇതിലും വലിയ വിചിത്രമാണ്. ഇന്നലെ ഗവർണർ അവിടെ നിയമസഭ പിരിച്ചുവിട്ടു. മമത പറയുന്നത് ഞാൻ അംഗീകരിച്ചിട്ടില്ല, ഞാൻ എന്നെ പിരിച്ചുവിട്ടിട്ടില്ല, ഞാൻ ഇപ്പോഴും മുഖ്യമന്ത്രിയാണെന്നാണ് മമത പറയുന്നത്. അപ്പം ഇത് എന്തൊരു വിചിത്രമായ കാര്യമാണ്. ഇപ്പൊ നാളെ നമ്മുടെ പിണറായി വിജയൻ പറയുകയാണ് ഞാൻ ഇപ്പോഴും മുഖ്യമന്ത്രിയാണ്, ഞാൻ പോകാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ ഈ മമത ഇതൊക്കെ പറയുമ്പോഴേ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ, മുഖ്യധാര മാധ്യമങ്ങൾ വലിയ ചർച്ചയാണ് ചെയ്യുന്നത്, വലിയ വാർത്തകൾ കൊടുക്കുന്നത്. എന്തും സംഭവിക്കാം, മമത രാജിവെച്ചിട്ടില്ല, ഇപ്പോഴും മമത മുഖ്യമന്ത്രിയായി തുടരുന്നു, വലിയ ഭരണഘടനാ പ്രതിസന്ധി. എടാ പൊട്ടന്മാരെ, അതേ ലോജിക്ക് വെച്ച് ഇവിടെ നിന്ന് ആലോചിക്കും. നമ്മുടെ ശ്രീമാൻ പിണറായി വിജയൻ പറയുകയാണ് ഞാൻ രാജിവെക്കുന്നില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് വാർത്ത കൊടുക്കുവോ? അത് തന്നെയല്ലേ മമതയും ചെയ്തത്. 80 സീറ്റും മേടിച്ച് ആ 80 തന്നെ 40 ഇപ്പൊ തന്നെ പോയി. അവിടെ നേതാക്കന്മാർ, ജില്ലാ സംസ്ഥാന നേതാക്കന്മാർ പലരും ഇന്നലെ മിനിഞ്ഞാന്നോട്ട് BJP കുറെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അവരുടെ MLA-മാരിലാണ് പോകാൻ നിൽക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വരിയായിട്ട് പോകും. മമത ഒഴിച്ച് ബാക്കി എല്ലാവരും പോകും. ചിലപ്പം അനന്തരവനും കാണുമായിരിക്കും, അവന് പോകാൻ പറ്റില്ല. അത് മാത്രമല്ല, സുരേന്ദ്ര മറ്റൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ പഴയ ഫയൽസ് എല്ലാം എടുക്കുകയാണ്, പഴയ അഴിമതിയുടെ കേസിന്റെ. എത്ര അഴിമതിയായിരുന്നു. അല്ലാതെ തന്നെ നിലവിൽ മമത ഭരിക്കുമ്പോൾ തന്നെ 3 മന്ത്രിമാരകത്ത് കിടന്നതാ. പിന്നെ ED, CBI, പഴയ എത്ര കേസ് കിടക്കുന്നു, ശാരദ എത്ര കേസ് കിടക്കുന്നു, എത്ര സ്കാമാണുള്ളത്. ഇതെല്ലാം കൂടെ വന്ന് തീരും. ഇവരിപ്പോഴും മീഡിയകളിലൊക്കെ ഇപ്പോഴും പറയുന്നത് വലിയ കലാപം നടക്കും, വലിയ സംഭവം നടക്കും. ഒരു കുന്തവും നടക്കത്തില്ല അവിടെ. ഇവർ ഈ പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്നു വ്യാജമാണത്. കാരണം തദ്ദേശീയ മുസ്ലിങ്ങൾ BJPക്ക് ഒപ്പമാണ് അവിടെ. ഇല്ലെങ്കിൽ എങ്ങനെയാണ് മൈനോറിറ്റി മേഖലകളിൽ BJP ജയിക്കുന്നതിനാണ്. മൂർഷിദാബാദിൽ അടക്കം BJP ജയിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, ഒരു ലെനിന്റെ പ്രതിമ തകർക്കുന്നുണ്ടില്ല, ലെനിന്റെ പ്രതിമ, CPM-ന്റെ ലെനിൻ പ്രതിമ. അത് എവിടെയാ? മൂർഷിദാബാദിൽ 2018 CPM-ന്റെ കോട്ടയായിരുന്ന സ്ഥലമാണത്. അവിടെയാണ് 2018 വരെ, 19 മാറി. അപ്പൊ ആ മൂർഷിദാബാദിൽ വരെ BJP ആണ് ജയിച്ചു. മൈനോറിറ്റി സ്ഥലങ്ങളിൽ എങ്ങനെയാ BJP ജയിക്കുന്നത്? മുസ്ലിങ്ങൾ വോട്ട് ചെയ്യണമല്ലോ എന്തായാലും, പോയിട്ട് വോട്ട് ചെയ്യാതെ ജയിക്കാൻ പറ്റത്തില്ല. അവിടെ എങ്ങനെ ജയിക്കുന്നത് അത് മനസ്സിലാക്കണ്ടേ. ഇപ്പോഴും ഞാൻ പറയുന്നു, തദ്ദേശീയ മുസ്ലിങ്ങൾ അസാമിലും ബംഗാളിലും അടക്കമുള്ള തദ്ദേശീയ മുസ്ലിങ്ങൾ BJP-യോടൊപ്പം തന്നെയാണ്. കാരണം അവർക്ക് ഇതിനകത്ത് താല്പര്യം. ബംഗ്ലാദേശിൽ നിന്ന് വന്നവരോടുള്ള എതിർപ്പ് മാത്രമേ അവർക്കുള്ളൂ. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഒരു ഫൂളിഷ് ആയിട്ടുള്ള 2 വിഡ്ഢികൾ, അല്ലെങ്കിൽ 2 തീരുമാനം. വിജയുടെ ഫൂളിഷ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രഖ്യാപനം നൽകിടുവാണ്, മികച്ച പ്രഖ്യാപനമാണ്. പക്ഷെ ആ പ്രഖ്യാപനത്തിൽ ഒരുപാട് അപകടമാണ്. മമതാ ബാനർജിയുടെ കോമാളിത്തരമാണ്. രാഹുൽ ഗാന്ധിയുടെ ഗ്യാപ്പ് നികത്തുക എന്നുള്ളതാണ് ഇപ്പൊ മമതാ ബാനർജി ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇപ്പൊ പൊട്ടത്തരമൊന്നും കാണിക്കുന്നില്ല. അപ്പൊ ആ ഗ്യാപ്പ് നികത്തി ജനങ്ങളെ രസിപ്പിക്കുക എന്നുള്ള ഒരു പണി മാത്രമാണ് ഇപ്പൊ മമത ചെയ്യുന്നത്. വെറും ഒരു വിഡ്ഢിത്തമാണ് ചെയ്യുന്നത്. പിന്നെ അവർ വീട്ടിലിരിക്കുന്നു എന്ന് പറഞ്ഞില്ല, വനവാസം എന്ന് പറഞ്ഞ്. ഇത് ആദ്യമൊന്നും അല്ല മനുഷ്യ. പണ്ട് ഇവർ കോൺഗ്രസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും ഇതിൽ കോൺഗ്രസിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇവർ 12 ദിവസം കണ്ട് വീട്ടിൽ കുത്തിയിരുന്നു, ആഹാരം പോലും കഴിക്കാതെ. കോൺഗ്രസ് നേതാക്കളെല്ലാം കൂടി ഇടിച്ച് കത്തിച്ച് അവിടെ വന്നു, വലിയ പ്രശ്നമായി. പിന്നെ ഇവർ തിരിച്ചു കൊണ്ടുവന്നു. പിന്നീട് ഇവര് പാർട്ടി രൂപീകരിച്ച സമയത്ത് ഇങ്ങനെ ചെയ്തിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ അഭ്യാസം അവർ കാണിക്കാറുള്ളതാണ്. അതിലൊന്നും വലിയ കഥയൊന്നുമില്ല. ഇനി എന്തൊക്കെ അഭ്യാസങ്ങളാണ് കാണിക്കുന്നത്? എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇവർ റോഡിൽ കൂടെ നടക്കും, ഒരാൾ ഓടി വരും, അപ്പോഴത്തെ വരും തന്നെ ബോംബ് വെച്ച് കൊല്ലാണെന്ന് പറഞ്ഞിട്ട് വലിയ ഇഷ്യൂസ് ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെ കുറെ നാടകങ്ങളാണ് ഇവർ കാണിക്കുന്നത്. ഇവരുടെ ഒരു അനുയായികളുമായിട്ടുള്ള ഒരു കാര്യം എന്താ അറിയോ, ഈ TMC നേതാക്കള് ഒരുപാട് പേര് ഈ ഒരു തലക്കെട്ടും കയ്യിൽ മറ്റേ ഇതൊക്കെ ആയിട്ട്, കയ്യിൽ മറ്റേ ഇതുണ്ടല്ലോ, കൈ ഒഴിയുള്ള രീതിയിൽ കാണിക്കുന്ന ബാൻഡേഡ് ഒക്കെ ആയിട്ട്. അപ്പൊ അതിന്റെ ദേശീയ തലത്തിൽ വന്ന ട്രോൾ എന്ന് പറഞ്ഞാൽ LKG സ്കൂൾ കുട്ടികൾ പോലും വിശ്വസിക്കില്ല ഈ നാടകം എന്നുള്ളതാണ്. ഇതിൽ ഞാൻ ഇന്നലെ കണ്ട ഒരു വീഡിയോ, ഒരു TMC-യുടെ ഒരു നേതാവ് വന്നിട്ട് തലയിൽ ഒരു കെട്ടുമായിട്ട് പറയുകയാണ്, അവരെ ഞാൻ അടിച്ചു എന്ന് പറയുകയാണ്. അല്ല, വനിതാ നേതാവ്. അപ്പൊ അതിന്റെ അവിടെ നിൽക്കുന്ന മൈക്കും പിടിച്ചോണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകൻ ഉടനെ ഇവരുടെ തലയിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൊടുമ്പോ ഇവരുടെ ആ തലയിലുള്ള ആ കെട്ട് ഇങ്ങനെ ഊരി താഴെ വീഴുക. തലയ്ക്ക് പ്രശ്നമൊന്നുമില്ല. ഉടനെ തന്നെ ഇവര് ആ മാധ്യമ പ്രവർത്തകനെ അങ്ങോട്ട് അടി തുടങ്ങി. ആ മാധ്യമ പ്രവർത്തകനെ അടിക്കുകയാണ് ഇവര്, വലിയ രീതിയിൽ അടിക്കുകയാണ്. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഇവര് ഒരു നാടകമൊക്കെ ഇവര് ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ള വിജയട്ടെ, സുവേന്ദു അധികാരിയെ കൊല്ലുമെന്നാണ് ഇപ്പൊ TMC ഗുണ്ടകൾ പറയുന്നത്. എന്താണ് അതിന്റെ പിന്നിലുള്ള?
അല്ല ഇത് ശരിക്കും ഈ മീഡിയകളൊക്കെ മുമ്പ് ചർച്ച ചെയ്ത സാധനം തന്നെയാണ്. അവർ പറഞ്ഞില്ലേ മമത അധികാരത്തിൽ പോയി കഴിഞ്ഞാൽ വലിയ കലാപത്തെ നേരിടും. ആ കലാപം നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അതൊരു യാഥാർത്ഥ്യമുള്ള കാര്യം തന്നെയാണ്. സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് ഇത് ജമാഅത്ത് ഇസ്ലാമിക്കാര് അവരുടെ തലപ്പത്തിരിക്കുന്നവരൊക്കെ ഇത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോഴും അവരത് പറയുന്നുണ്ട്. മമതയ്ക്കൊപ്പം ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്. ഈ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഏതാ മുസ്ലിം എന്നറിയാമോ? ബംഗ്ലാദേശിൽ നിന്ന് വന്ന മുസ്ലിം. അവന്മാരാണ് ഇപ്പൊ ട്രെയിൻ കിട്ടാതെ നടന്നൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പുറത്തേക്ക്. അപ്പോ ഈ ഇപ്പം ഇദ്ദേഹത്തിന്റെ വലങ്കൈ അദ്ദേഹത്തെ ചന്ദ്രദാസ് ധാറിനെ കൊലപ്പെടുത്തി. അപ്പോ ഇങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ ഇവരൊരു അവസാന പോരാട്ടത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇതെനിക്ക് തോന്നുന്നത് നാളെ അദ്ദേഹം ചാർജ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഈ പറയുന്ന ഗുണ്ടകളെ ഇല്ലായ്മ ചെയ്യുക എന്നൊരു അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ച പോളിസിയാണ്. രണ്ടാമത്തെ കേസിന്റെ പോളിസി ക്രമസമാധാനമാണ് ഫസ്റ്റ്. അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടൊരു വൻ ഓപ്പറേഷൻ തന്നെ നാളെ അദ്ദേഹം ശനിയാഴ്ച 9-ാം തീയതി അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത നിമിഷം സംഭവിക്കുന്നത് ഒരു നല്ല രീതിയിലുള്ള എൻകൗണ്ടർ ബംഗാളിൽ നടക്കും എന്നുള്ളത്. കാരണം ഇപ്പൊ അദ്ദേഹം കൂടെ വന്നിട്ടുണ്ടല്ലോ, മറ്റേ യശ്പാൽ വന്നിട്ടുണ്ട്, അദ്ദേഹം മറ്റേ ഇവിടെ അജയ്പാൽ ശർമ്മ എത്തിയിട്ടുണ്ട്. അതോടെ വലിയ അദ്ദേഹത്തെ കൊണ്ടുവന്നെ ഇതിന് തന്നെയാണ്. അതുകൊണ്ട് പിന്നെ അവരുടെ ചുറ്റോട് കിടക്കുന്ന സംസ്ഥാനങ്ങളല്ലേ ഇവർക്ക് സപ്പോർട്ടാണ്. ഇന്നിപ്പം ബംഗാളിൽ എത്തിയിരിക്കുന്ന ഒഡീഷ മുഖ്യമന്ത്രിയാണ്. അപ്പം ഒഡീഷ കിടക്കുന്നു, ത്രിപുര കിടക്കുന്നു, ബീഹാർ കിടക്കുന്നു, UP കിടക്കുന്നു, ഇവരോട് ചുറ്റും ആസാം കിടക്കുന്നു. ഇവരോട് ചുറ്റും കിടക്കുന്നതെല്ലാം ഇതാണ്. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ സുവേന്ദു അധികാരിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ശരീരഭാഷ കൊണ്ടായാലും മറ്റു ഇതൊക്കെ രീതിയിലാണെങ്കിൽ ഹിമന്ത് ബിശ്വ ശർമ്മയുടെ ഒരു ചേട്ടനും അനിയനായിട്ട് വരും ഈ കക്ഷി. ഏതാണ്ട് അതേ ലൈൻ തന്നെയാണ്, അതേ രീതിയാണ്. അവിടെ മാമയാണ്, ഇവിടെ ദാതയാണ്. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഏതാണ്ട് അതേ ലൈൻ തന്നെയാണ്. അതേ രീതിയിലുള്ള ഒരു വികാര പ്രകടനങ്ങളും സംസാരവും. ഇത് കഴിഞ്ഞ ദിവസം TG ഒരു വീഡിയോ ഉണ്ട്, അതിനകത്ത് TGയും പറയുന്നുണ്ട് ഇത് മറ്റൊരു ഹിമന്ത ബിശ്വ ശർമ്മയാണ് ഈ സുവേന്ദു അധികാരി. ആണ് വയലന്റ് ആണ്, ഇതാണ് എന്നുള്ളതാണ്. പിന്നെ ഒരു മുഖ്യമന്ത്രിയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ പക്വതയിലൊക്കെ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഈ ഹിമന്ത ബിശ്വ ശർമ്മ അത്രയൊക്കെ പറഞ്ഞാലും അത് കൃത്യമായി തന്നെ ചെയ്തു പോകുന്നുണ്ട്. ഇനി സുവേന്ദു അധികാരി നമുക്ക് അറിയില്ലല്ലോ, അദ്ദേഹം ഇനി മുഖ്യമന്ത്രിയായിട്ട് വരുന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് കേട്ട നല്ലൊരു വാർത്ത, സന്തോഷകരമായ ഒരു വാർത്ത, ഈ രത്നാജിക്ക് നമ്മുടെ ആർജേക്കറിലെ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് മന്ത്രിസ്ഥാനം നൽകുന്ന ഒരു വാർത്ത വരുന്നുണ്ട്. അത് വളരെ സന്തോഷകരമായ വാർത്തയാണ്. അവർക്കൊരു മന്ത്രിസ്ഥാനത്തിന് അർഹയാണ്. അവർ പിന്നോക്ക വിഭാഗത്തിൽ നിന്നും കൂടെ വരുന്നവരാണെന്ന് ആലോചിക്കണം. അപ്പോൾ അവർക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ഈ കറന്റ് നാഷണൽ പൊളിറ്റിക്സിൽ ഇതുവരെയുള്ള കാര്യങ്ങളുടെ ഒരു അപ്ഡേഷൻസും സമഗ്രവും ഇതാണ്.